Hi guys, welcome to my first ever long video on this YouTube channel. എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും വേറെ ലോങ് വീഡിയോ ഉണ്ടല്ലോ, പക്ഷേ ദർ വാസ് അൺഎക്സ്പെക്റ്റഡ്. ഞാൻ ആക്ച്വലി ലോങ് വീഡിയോ ആയിട്ട് ഫസ്റ്റ് ഇടേണ്ടത് ഈ ഒരു വീഡിയോ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്രാഫ്റ്റ് ഐറ്റംസ് നിങ്ങളൊന്ന് കാണിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോൾ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ അത് ഇച്ചിരി ലോങ് ആയിപ്പോയി. അത് ഇച്ചിരി ലോങ് ആയിപ്പോയിന്ന് ഞാൻ അറിയുന്നത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ഓർത്തു സാരില്ല പോട്ടെ, അതങ്ങനെ കിടന്നോട്ടെ എന്ന് ഓർത്തു. സോ ഒഫീഷ്യലി ദിസ് ഈസ് മൈ ലോങ് വീഡിയോ. എന്നാൽ പിന്നെ എൻ്റെ ക്രാഫ്റ്റ് ഹോളിലേക്ക് കടന്നാലോ. സോ ഫസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കയ്യിലുള്ള മാർക്കേഴ്സാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കേഴ്സും സ്കെച്ചസും ഉണ്ട്. ഇത് ആക്ച്വലി കുറച്ചൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും കുറച്ചൊക്കെ ഞാൻ ഇവിടുന്ന് മേടിച്ചതുമാണ്. ആൻഡ് ഇതെല്ലാം കളർ പെൻസിൽസ്. അത് ഞാൻ ഇട്ട് വയ്ക്കുന്നത് ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഒരു ഇതിലാണ്. നിങ്ങളെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണാണ് കേട്ടോ. ദെൻ എൻ്റെ പെൻ കളക്ഷൻസ്. ദിസ് ഈസ് എ യുണീക്ക് പെൻ. യുണീക്ക് പെൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒന്നുമില്ല, എൻ്റെ പേര് അതിലുണ്ടെന്നേ ഉള്ളൂ. അത് ഞാൻ ഒരു സൈറ്റിൽ നിന്ന് മേടിച്ചതാണ്. എനിവൺ ഇൻട്രസ്റ്റഡ് ജസ്റ്റ് DM me സോ ഐ ക്യാൻ ടെൽ യു ദ സൈറ്റ്. ഇത് പിന്നെ ബ്രഷസ് ആണ്. ഇതിൽ ബ്രഷസ് വന്നിട്ട് ഭയങ്കര ചീപ്പായിട്ട് എനിക്ക് തെമോ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളതൊക്കെ വേറെ എവിടെ നിന്ന് മേടിച്ചാൽ തോന്നും. അല്ല, എൻ്റെ കയ്യിലുള്ള ഞാൻ അവിടെ നിന്ന്, അതായത് നാട്ടിൽ നിന്നല്ലാതെ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തെമോന്ന് മേടിച്ചതാണ്. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എനിക്ക് ഓക്കെയാണ്. എനിക്ക് തെമോയിൽ ഈ സാധനങ്ങളെല്ലാം ഭയങ്കര ചീപ്പ് റേറ്റിൽ ഭയങ്കര അഫോർഡബിളാന്ന് തോന്നിയിട്ടുണ്ട്. സോ ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളാണ് നിങ്ങൾ കാണുന്നതെല്ലാം. ആൻഡ് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മാത്രം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോർമലി ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളിലുള്ള സാധനങ്ങൾ തന്നെയാണ്. എന്താ പറയുക, സിസേഴ്സ്, ഗ്ലൂ ആൻഡ് കെൻഡ തിങ്സ് എല്ലാം. ആൻഡ് ഈ ഗ്ലൂ വന്നിട്ട് നമ്മുടെ നോർമൽ ഫെവിക്കോളൊന്നുമല്ല. ഈ ഫെവിക്കോളെല്ലാം നമ്മുടെ നാട്ടിലല്ലേ കിട്ടത്തുള്ളൂ. അബ്രോഡ് പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് ഫെവിക്കോൾ പോലെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഗ്ലൂ കണ്ടുപിടിക്കാനാണ്. സോ അങ്ങനെ എനിക്ക് കിട്ടിയതാണിത്. ഇത് ഞാൻ ഇവിടുത്തെ 1 Below ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ആൻഡ് ദാറ്റ് വാസ് റിയലി അഫോർഡബിൾ. 1 പൗണ്ടിനാണ് എനിക്ക് അത്രയും വലുത്. 1 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 100 രൂപ. 100 രൂപയ്ക്കാണ് എനിക്ക് അത്രയും വലുത് കിട്ടിയത്. മേ ബി നാട്ടിൽ 100 രൂപയ്ക്ക് അത് കിട്ടുമായിരിക്കും. പക്ഷേ അവിടെ നിന്ന് എനിക്ക് 1 പൗണ്ടിന് അത്രയും കിട്ടിയത് ഭയങ്കര വേർത്തായിട്ട് തോന്നി. ആൻഡ് ഇതാണ് എൻ്റെ കയ്യിലുള്ള എന്താ പറയുക, ആക്രിലിക് കളറിൻ്റെ സെറ്റ്. പക്ഷേ സ്റ്റിൽ എനിക്ക് നാട്ടിലെ ഫെവിക്രിലിൻ്റെ പ്രൊഡക്ട്സ് ആട്ടോ ഇഷ്ടം ഇതിനേക്കാളും. ബട്ട് ഇറ്റ്സ് ഓൾസോ ഗുഡ്. പിന്നെ ഇതെല്ലാം കേക്ക് മോൾഡിൻ്റെ ഒരു റൗണ്ട് പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തതാണ്. ദെൻ ഇതെല്ലാം സ്റ്റിക്കുകളാണ്. ഇതൊക്കെ എന്തിനാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നതെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും, കാരണം ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഏതെങ്കിലുമൊക്കെ ഐഡിയാസ് എവിടെയെങ്കിലും പിൻട്രസ്റ്റിലൊക്കെ കാണുമ്പോൾ ഓക്കെ ഇത് ചെയ്യണം നോക്കുമ്പോൾ ഈ സാധനമില്ല, അങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ്. ഓർഡർ ചെയ്ത് വന്നു കഴിയുമ്പോഴേക്കും ഞാൻ മറന്നു പോകും എന്തിനാണ് ഈ സാധനം മേടിച്ചത്, അല്ലെങ്കിൽ ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ മറന്നു. അതാണ് അവസ്ഥ. ദെൻ ഈ ഗ്ലിറ്റേഴ്സ് എല്ലാം ഞാൻ 1 Below ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അതായത് 1 Below ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വളരെ ചീപ്പായിട്ട് നമുക്ക് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പാണ്. അവിടെ നിന്ന് മേടിച്ചതാണിത്. ഇതൊരു മെറ്റാലിക് കളറാണ്. ആക്ച്വലി ഇതെല്ലാം എപ്പോഴെങ്കിലൊക്കെ യൂസ് ആവും എന്നോർത്ത് മേടിച്ച് വയ്ക്കുന്നതാണ്. കയ്യിൽ പൈസ വരുമ്പോൾ മേടിച്ച് വയ്ക്കും. ദെൻ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഡെഫിനറ്റ്ലി ഞാനിതെല്ലാം വൺസ് യൂസ് ചെയ്യും. അതേപോലെ തെമോന്ന് മേടിച്ചിട്ട് ഭയങ്കര വേർത്തായിട്ട് തോന്നിയ ഒന്നാണ് ഈ കളർ പെൻസിൽ ബോക്സ്. എനിക്കെന്തോ 8 pounds സംതിങ്ങിനാണ് എനിക്ക് കിട്ടിയത്. ബട്ട് ദ ക്വാളിറ്റി ഈസ് ഓൾസോ വെരി അമേസിങ്. യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് വെച്ച് അടിപൊളിയാണ്. ഡബിൾ ടിപ്പ് വരുന്നതാണ്, ഒരു ലോങ് ടിപ്പും അതേപോലെ തന്നെ ഒരു സ്ലൈഡിങ് ടിപ്പും വരുന്നത്. ബട്ട് ദറ്റ്സ് റിയലി വർത്ത് ഓഫ് ഇറ്റ്. ആക്ച്വലി ഒരു നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ലാത്ത ഞാൻ എന്തിനാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ആര് കാണാനായത് എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷേ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോഴൊക്കെ ഞാനൊട്ടും പ്രിപ്പയർഡ് ആയിട്ടല്ല എൻ്റെ വോയിസ് ഒന്ന് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം എന്താണ് തോന്നുന്നത് അതാണ് പറയുന്നത്. സോ ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തത് ഓൾമോസ്റ്റ് 1 month ago, നോട്ട് 1 month, മോർ ദാൻ 1 month ago ആണ്. പക്ഷേ എനിക്കിപ്പോഴാണ് അതിനുള്ള സമയം കിട്ടുന്നത്. അതായത് ഞാൻ റെക്കോർഡിങ് ചെയ്യുന്നത് നാട്ടിലിരുന്നിട്ടാണ്. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഇതിനെല്ലാം എന്താ പറയുക, വോയിസ് നോട്ട് കൊടുക്കുമ്പോഴും ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്നറിയോ. കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ വീഡിയോസ് കാണാറുണ്ട്. സോ അവരെല്ലാം പല പല തിങ്സ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ നോർമൽ കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ അവർ പേപ്പർ കട്ടേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് പേപ്പർ കട്ടേഴ്സ് എല്ലാം വെച്ച് കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അന്നേരമൊക്കെ ഞാൻ ആലോചിക്കും, എനിക്കത് മേടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്.
കണ്ടിട്ടുണ്ട് ഓൺലൈൻ. അന്നേരം ഓൺലൈനൊന്നുമില്ല, ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ. പക്ഷെ കടയിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. വില നോക്കുമ്പോൾ നമുക്കൊന്നും വാങ്ങിക്കാൻ തോന്നില്ല. അങ്ങനെ ഒഴിവാക്കി കുറേ സാധനങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. അതെല്ലാം ഇപ്പോൾ എനിക്ക് മേടിക്കാൻ പറ്റുന്നു. ഈ ഡസൻറ്റ് മാറ്റർ ഞാനത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്, പക്ഷേ എനിക്ക് സ്വന്തമായിട്ടത് കിട്ടി. അതിപ്പോൾ ഈ സാധനങ്ങളാകുമ്പോൾ നിങ്ങളോർക്കും ഈ എന്താന്ന്, പക്ഷേ ഈ സാധനങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളൊരു തിങ്ങാന്ന് വിചാരിക്കും. ലൈക്ക് എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു സാധനം നിങ്ങൾ വലുതായി ജോലിയൊക്കെ കിട്ടിയിട്ട് മേടിക്കില്ലേ, അപ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, ആ സാധനമാണ് എനിക്കിതൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത്. കാരണം എനിക്ക് ചെറുപ്പത്തിൽ എനിക്കത് മേടിക്കണം ഇത് മേടിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ലോകം ഇതുപോലെ കുറച്ച് ക്രാഫ്റ്റ് തിങ്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ മേടിച്ചു കൂട്ടി കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ പലതുമൊക്കെ അങ്ങനെ സ്വപ്നങ്ങളൊന്നും ആയിരുന്നില്ല. അങ്ങനെ സ്വപ്നമായിട്ട് എനിക്കുണ്ടായിരുന്ന വേറൊരു സാധനമുണ്ട്. അത് ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ വീഡിയോ വരുമ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം. നിങ്ങളിതിൽ കാണുന്ന ഒരു 95% തിങ്സും ഞാൻ തെമോന്ന് മേടിച്ചതാണ്. അൺഫോർച്ചുനേറ്റ്ലി തെമോ ഇന്ത്യയിലില്ല. പക്ഷേ എന്തുകൊണ്ടും തെമോനെ പോലെ തന്നെ വേർത്തായിട്ടുള്ളൊരു സൈറ്റാണ് മീഷോ. മീഷോയിലും നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും. കാരണം ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം മേടിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ ഞാൻ ആലോചിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നാട്ടിൽ നിന്ന് മേടിക്കുന്നതിനെയാണ് നല്ലതെന്ന് തോന്നിയിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും വോയിസ് നോട്ട് കൊടുക്കുന്നതും അപ്ലോഡ് ചെയ്യുന്നതും നല്ല അട്ടർ വേസ്റ്റാണ്. കാരണം എനിക്കുള്ളത് ആകെ 39 സബ്സ്ക്രൈബേഴ്സാണ്. ഞാനത് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ കാരണം എന്തെങ്കിലും ഒരു നാൾ എനിക്ക് നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബർ കൗണ്ട് വരുന്നത് നല്ല ഉറപ്പുണ്ട്. സോ അന്നേരം ഈ വീഡിയോ ഞാനെടുത്ത് കാണും. സോ എനിക്ക് ഒരു എൻ്റെ തന്നെ ഒരു സെൽഫ് റിയലൈസേഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ 39 ആണ് എൻ്റെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബർ കൗണ്ട് ഞാൻ ഈ വോയിസ് നോട്ട് കൊടുക്കുന്നത് വരെ. ആൻഡ് വൺ ഡേ ഡെഫിനറ്റ്ലി ഞാൻ സബ്സ്ക്രൈബർ കൗണ്ടൊന്നും ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, ബട്ട് ഡെഫിനറ്റ്ലി നല്ല രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടും. എനിക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ ആൻഡ് ദിസ് ഈസ് ദ തിങ് ഐ സെഡ്. ഞാൻ വളരെ ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനം. അതായത് നമ്മൾ പേപ്പറെല്ലാം കട്ട് ചെയ്യുമ്പോൾ എത്രയോ എൻ്റെ ടേബിളുകൾ വരഞ്ഞിട്ടുണ്ടെന്നറിയോ. നമ്മൾ പേപ്പർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാടുകൾ വരും, ഇത് വരും. വുഡൻ ടേബിളാണെങ്കിൽ ഡെഫിനറ്റ്ലി. അപ്പോഴെല്ലാം ഞാൻ വീഡിയോസിൽ കാണുമ്പോൾ അവരെല്ലാം യൂസ് ചെയ്യുന്നൊരു മാറ്റാണ് അത്. അതിൽ വെച്ച് വരയ്ക്കുമ്പോൾ ഒന്നും പറ്റില്ല. പക്ഷെ നമുക്കത് മേടിക്കാനുള്ള ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് നൗ അതെൻ്റെ സ്വന്തമായപ്പോൾ സത്യത്തിൽ അത് മേടിച്ചപ്പോൾ എനിക്കറിയാൻ പാടില്ല, അത് യൂസ് ചെയ്യുമ്പോഴും എനിക്ക് എന്തോ ഒരു പ്രത്യേക അഭിമാനമാണ് എന്നെപ്പറ്റി തന്നെ. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒത്തിരി സാധനങ്ങൾ ഐ തിങ്ക് മീഷോയിൽ അവൈലബിൾ ആണ്. അല്ലാത്ത സാധനങ്ങളുണ്ടാവും, ബട്ട് മീഷോയിൽ ആവശ്യത്തിലധികം സാധനങ്ങൾ മീഷോയിൽ നമുക്ക് കിട്ടും. അത് കടയിൽ പോയി മേടിക്കുന്നതിനേക്കാളും വേർത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഓരോ ക്രാഫ്റ്റ് ചാനൽസ് കാണുമ്പോൾ അവർ ഗീവ് അവേ കൊടുക്കുന്ന കാണുമ്പോൾ ഒക്കെ എനിക്കും അങ്ങനെ ചെയ്യണം. ഞാൻ പലരുടെയും വീഡിയോസ് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് എഗെയിൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ക്രാഫ്റ്റ് പണ്ടോട്ട് എനിക്കിഷ്ടമാണ്, പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങണം. അത് മോണിറ്റൈസേഷൻ ആണെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞാൽ അത് വെറുതെ ഒരു ഫോൾസ് കാര്യമാണ്. ബട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഞാനിപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇതിനെപ്പറ്റി അഭിപ്രായം എന്തെന്ന് ചോദിക്കുമ്പോൾ തിരിച്ചെൻ്റെ അടുത്ത് ഓക്കെ യു ചൂസ് ദിസ് എന്ന് രണ്ട് അഭിപ്രായം പറയാൻ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ അതാണ് മെയിൻ റീസൺ ഞാനിതിൽ ചെയ്യുന്നത്. ഓൾസോ ഇഫ് എനിബഡി ഇൻട്രസ്റ്റഡ് ഇൻ ക്രാഫ്റ്റ് അവരെ ഹെൽപ്പ് ചെയ്യാനും ഐ എം വെരി ഹാപ്പി. ഓൾസോ ഒരു മോട്ടീവും കൂടി ഉണ്ട് ഇതിന്. നാട്ടിൽ ഇതേപോലെ എന്നെപ്പോലെ ക്രാഫ്റ്റെല്ലാം ചെയ്തിട്ട് എബ്രോഡ് പോയിട്ട് അവിടെ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആവാനും വേണ്ടിയിട്ടാണിത്. അതായത് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനാണ്. എബ്രോഡ് പോയാലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തിയാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം ഒരു 11 മിനിറ്റോളം ഡ്യൂറേഷനുള്ള വീഡിയോ ആണ്. ആൻഡ് ഐ എം ഡാം ഷുവർ ദാറ്റ് എൻ്റെ അടുത്ത് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണില്ല.
ഞാൻ ഒരിക്കലും അവരാരെയും കുറ്റം പറയില്ല. ബിക്കോസ് ഇത് എന്താ പറയുക, ഒരു കാറിൻ്റെ ഫീച്ചേഴ്സുള്ളൊരു വീഡിയോ ഫുള്ളായിട്ട് നീ ഇരുന്ന് കാണ് എന്ന് എന്നോട് പറയുന്ന പോലെയാണ്. കാരണം അതെനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഏരിയയാണ്. സോ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ഞാനൊരു വീഡിയോ അയച്ചു കൊടുത്തിട്ട് പ്ലീസ് ഫുള്ള് കാണണേ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരാരും കാണാൻ പോകുന്നില്ല. അത് അവരാരെയും കുറ്റമല്ല, യുനോ. സോ അതെനിക്ക് മനസ്സിലാവും. ബട്ട് ഐ ജസ്റ്റ് വോണ്ട് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ്, ദാറ്റ്സ് ഇറ്റ്. സോ ആരെങ്കിലും ഈ വീഡിയോ ഇൻട്രസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ആക്സിഡൻ്റലിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ അത് ഫുള്ളായിട്ട് കണ്ടു എന്നുള്ള കാര്യം ഒന്ന് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ക്വൈറ്റ് വാട്ട് ഇസ് കോൾഡ് ഹാപ്പിനെസ് ഫോർ മീ. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സോ ആൻഡ് ഇപ്പോൾ ഞാൻ കാണിച്ച തിങ്സിൽ എന്തെങ്കിലും തിങ്സിനെ പറ്റി നിങ്ങൾക്ക് ഡൗട്ടോ എന്തിനെങ്കിലും പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ you can comment below or you can DM me on Instagram. I am happy to share all those. And that's it, I think. Thank you for your patience.